أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين أما بعد باب ما جاء في صفة أكل رسول الله صلى الله عليه وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ പാഠം. ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാരിൻ ഖാല ഹദ്ദസന അബ്ദുറഹ്മാൻ ബിൻ മഹ്ദിയിൻ. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി പറയുന്നു, എനിക്കെൻ്റെ ഗുരു സുഫിയാൻ എന്നവർ പറഞ്ഞു തന്നതാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് സഅദ് ബിൻ ഇബ്രാഹിം എന്ന ഉസ്താദ് പറഞ്ഞതാണ്. എനിക്ക് കഅബ് ബിൻ മാലിക്കിൻ്റെ മകനാണ് എനിക്ക് ഹദീസ് പറഞ്ഞു തന്നത്. സ്വഹാബി പറ്റിയൻ കഅബ് ബിൻ മാലിക് എന്ന സ്വഹാബിയാണ് പറഞ്ഞു തന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാനയിൽ അസാബിയാഹു സലാസൻ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചാൽ തൻ്റെ വിരലുകൾ ഇങ്ങനെ 3 വട്ടം വീമ്പാറുണ്ടായിരുന്നു. എടുത്തുപോയില്ലേ, ഈ സുന്നത്തൊക്കെ എടുത്തുപോയില്ലേ? ഭക്ഷണത്തിൻ്റെ ഒരു പൊടി പോലും കളയരുത് എന്ന് കരുതിയിട്ടാണ് എന്താക്കുന്നത്, വിരൽ വീമ്പണത്. പടിഞ്ഞാറും പാശ്ചാത്യരൊന്നും ഈമ്പാത്തോണ്ട് നമ്മൾ ഈമ്പിടില്ല എന്നർത്ഥം. നബിൻ്റെ സുന്നത്തിനോട് മഹബത്ത് വെക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? അത് ചെയ്യണം. ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്ന് റസൂലുള്ളാഹി ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ കാന യലഅഖു അസാബിഅഹു സലാസൻ, 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വിരലുകളെയും പാറുണ്ടായിരുന്നു. 3 നല്ലോണം ഭക്ഷണത്തിൻ്റെ നിലയും വരെയൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം ഇല്ലാതിരിക്കണം. അപ്പോൾ ഓരോ വറ്റിനും വില ഉണ്ടാവും. ഓരോ വറ്റിനും 1 കിലോ അരിൻ്റെ വില ഉണ്ടാവും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലത്തിരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ഷീറ്റ് ഉണ്ടാവും, ഒരു കുഷ്യൻ മാതിരി ഒരു സാധനം ഉണ്ട്, അതിന്മേൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മ അനഫല ആക്കുൽ മുത്തയ്ക്ക്, ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അബൂ ജുഹൈഫത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസ് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെയാണ്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു ബി അസാബിഹി, 3 വിരലുകൊണ്ടാണ് കഴിച്ചിരുന്നത്. വയൽഅഖുഹുന, 3 വിരലുകൾ ഈമ്പുകയും ചെയ്യാൻ. 3 വിരലുകൊണ്ട് കഴിക്കാൻ പറ്റിയ ഭക്ഷണം ഉണ്ടാവില്ലേ? ഈത്തപ്പഴം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടാവില്ലേ? ഇപ്പോൾ പത്തിരിയൊക്കെ ഇങ്ങനെ കറിയിൽ ഇങ്ങനെ കുത്തി കൂട്ടുകയാണെങ്കിൽ ഒന്നായിട്ടും ഇങ്ങോട്ട് കുഴച്ച് തിന്നുന്ന പരിപാടിയല്ല, വാരി വലിച്ച് തിന്നൂല. പക്ഷേ 3 വിരൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കും. കൂടുതൽ കഴിക്കാതിരിക്കാൻ വേണ്ടിയാണത്. പിന്നെ അതൊക്കെ ഒരു മര്യാദയാണ്. അപ്പം 3 വിരലുണ്ടാകുമ്പോൾ പിന്നെ കൈമലൊന്നും കാര്യമായിട്ടാവില്ല, കുറച്ചേ ആവുള്ളൂ. നമ്മളിങ്ങനെ ഊരിട്ടി ചോറൊന്നും ഇപ്പം അങ്ങനെ കഴിക്കാൻ കഴിയില്ല. 3 വിരലുകൊണ്ട് കഴിച്ചിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമ ഉത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തംരീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരോ കുറച്ച് ഈത്തപ്പഴം കൊണ്ടുകൊടുത്തു. ഫറഅയ്തുഹു യഅകുലു വഹുവ മുഖ്ഇൻ മിനൽ ജൂഇ, അപ്പോൾ നബി തങ്ങൾ അതിങ്ങനെ കഴിക്കുന്നത് കണ്ടു. വിശപ്പ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ വിശപ്പുണ്ടായതുകൊണ്ട് ബേക്കിലോട്ട് ഇങ്ങനെ ചാരി നിന്നിട്ട് നബി ഇങ്ങനെ കഴിക്കുന്നത് കണ്ടു. വല്ലാത്ത വിശപ്പുണ്ടാകുമ്പോൾ ഇപ്പോൾ കല്ലൊക്കെ വെച്ച് കെട്ടീനെ അറിയില്ല, പണ്ടമലൊക്കെ എന്ന് പറഞ്ഞ മാതിരി വിശപ്പ് ഇങ്ങോട്ടായിട്ട് വല്ലാതെ ഇങ്ങോട്ടായിട്ട് ബേക്കൊക്കെ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ കൈ ഇങ്ങനെ ബേക്കൊക്കെ കുത്തിയായിട്ട് ഇരിക്കൂലേ ആ ഇരുത്തത്തിന്, അങ്ങനെ എന്നാണ് ഒരു തഫ്സീർ. അപ്പോൾ വിശപ്പിൻ്റെ ഊക്കൊണ്ട് അങ്ങനെ ഇരുന്നതാണ്. ഇനി ഇങ്ങനെ പോയിട്ടുണ്ട്, ഈ കാല് ഉയർത്തി വെച്ചിട്ട് മടമ്പമേലിരിക്കുന്ന ഇരുത്തം ആവട്ടെ,
ബാബുമാ ജാഫി സിബത്തി ഹുബസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്തിരി അല്ലെങ്കിൽ റൊട്ടി, പൊറാട്ട, എന്തായാലും വേണ്ടില്ല, കുബൂസ് അതെങ്ങനെയായിരുന്നു എന്നാണ് അടുത്തത്. കുബൂസ് എങ്ങനെയായിരുന്നു? അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി പറയാണ്, അന്നഹ ഖാലത്ത് മാ ശബിയ ആലു മുഹമ്മദി മിൻ ഖുബ്സി ശഈരി യൗമൈനി മുതതാബിയൈനി ഹത്താ ഖുബിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പത്തിരി ഉണ്ടാക്കുന്നതിൽ ഈ ഗോതമ്പിൻ്റെ കൂട്ടത്തിൽ ഒരു പവർ കുറഞ്ഞ ഗോതമ്പാണ് ഷൈർ എന്ന് പറയുന്നത്, യവം. ബുറൊക്കെ ബുറ് കംഹ് എന്നൊക്കെ പറഞ്ഞാൽ മുന്തിയ ഐറ്റം ഗോതമ്പാണ്. അപ്പോൾ നമ്മൾ അരിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ എന്തുണ്ട്, നല്ല മുന്തി അരിയുണ്ട്, ബിരിയാണീൻ്റെ അരിയുണ്ട്, അതിൻ്റെ താഴോട്ട് നല്ല ജയുണ്ട്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അരിയുണ്ട്. അതിൻ്റെ താഴോട്ട് ഇങ്ങനെ പോന്നാൽ വേറെ കുറേ അരിയുണ്ട്, പച്ചരി ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യാണ് മുഹമ്മദിൻ്റെ കുടുംബം ഈ ഷൈറിൻ്റെ പത്തിരി, ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ റേഷൻ പിടിയിൽ നിന്നിട്ട് അരി എന്നൊക്കെ പറയുന്നുണ്ട്, ഇത് അതുമല്ല, അതിനേക്കാളും താഴ്ന്ന ആ ഷൈർ, തൊലിക്കോതമ്പ് എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്, ബാർലി എന്നും പറയുകയാണെങ്കിൽ പറയാം. തുടർച്ചയായി 2 ദിവസം വയറിറച്ചിട്ടില്ല. ഇന്ന് വയറിറച്ചെനിക്ക് നാളെ വിശപ്പായിരിക്കും. ഹത്താ ഖുബിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള വഫാത്താവുന്നത് വരെ 2 ദിവസം തുടർച്ചയായിട്ട് വയറിറച്ചിട്ടില്ല. അപ്പം നമ്മുടെ നാട്ടിലെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ 2 ദിവസം പള്ളർച്ചയായിട്ട് കഞ്ഞി കുടിച്ച ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ മാതിരി. സമയത്ത് അബൂ ഉമാമത്തുൽ ബാഹിലിയ്യ റളിയല്ലാഹു അൻഹു യഖൂൽ, ആ സഹാബി പറയാണ്, മാ കാന യഫ്ളു അൻ അഹ്ലി ബൈത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബ്സു ശഈരി, തിന്നിട്ട് അങ്ങനെ പത്തിരി ബാക്കിയാവുന്നതിന് സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം വിശപ്പ് മാറ്റാനേ ഉണ്ടായിട്ടുള്ളൂ. ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു മുആവിയത്തുൽ ജുമഹിയ്യു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബീത്തുൽ ലയാലിയൽ മുതതാബിയത ത്വാവിയൻ ഹുവ അഹ്ലുഹു ലാ യജിദൂന അശാൻ. എത്രയോ ദിവസങ്ങൾ രാത്രികളിൽ അള്ളാഹുവിൻ്റെ റസൂലും കുടുംബവും, ഭാര്യമാരുണ്ടല്ലോ, രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയിട്ടുണ്ട്. നബിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്ന ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബിൻ്റെ അളാപ്പാൻ്റെ മോനാണ്, നബിൻ്റെ ശിഷ്യനാണ്, നബിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ തുടർച്ചയായ രാത്രികളിൽ നബിയും കുടുംബവും പാവിയൻ പട്ടിണി കിടന്നിട്ടുണ്ട്. രാജിദുനാശ, രാത്രി കഴിക്കാനുള്ള ഭക്ഷണം കിട്ടാതെ. എന്നിട്ടിപ്പോൾ എന്താ, കുഴപ്പമില്ല. വക്കാന അക്തറു ഖുബ്സിഹിം ഖുബ്സ ശൈർ, അവർ പത്തിരി അല്ലെങ്കിൽ റൊട്ടി അത് ഷൈർ കൊണ്ടുണ്ടാക്കിയിരുന്ന റൊട്ടിയായിരുന്നു. കുബൂസ് എന്തായിരുന്നു, ഷൈർ അതുകൊണ്ടുണ്ടാക്കിയിരുന്നത്. ഇനി ഈ ഗോതമ്പൊക്കെ തൊലി കളഞ്ഞായിട്ടും ഉണ്ടാക്കാം, തൊലി കളയാതെ ഉണ്ടാക്കാം അല്ലേ. തൊലി കളഞ്ഞ ഗോതമ്പം കണ്ടില്ല നിങ്ങൾ, തൊലി കളഞ്ഞ ഗോതമ്പം അതിന് വേറെ ടേസ്റ്റാണ്. തൊലി ഇല്ലാതാവുമ്പോൾ അതിങ്ങനെ കടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, അക്കല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തവിട് കളഞ്ഞ ഇങ്ങനെ ഈ തളികയിലിട്ടിട്ട് തരിപ്പയിലിട്ടിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ ഗോതമ്പം അള്ളാഹുവിൻ്റെ റസൂൽ ഭക്ഷണമാക്കി കഴിച്ചിട്ടുണ്ടോ എന്ന്. മാറാ റസൂലുള്ളാഹി, നബി അതിനെ അത് കണ്ടിട്ടാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരിപ്പാന സാധനം കണ്ടിട്ടില്ല. ഹത്താ ലഖിയല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. ഫഖീലഹു ഹൽ കാനത്ത് ലക്കും മനാഖിലു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ തരിപ്പൊന്നും ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾക്കന്ന് തരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഷൈർ എന്താ കാട്ടുക, ഷൈറിൻ്റെ പുറത്ത് നല്ല തൊലി ഉണ്ടാവുമല്ലോ, അപ്പോൾ എന്താ ചെയ്യുക, കുന്നാ നംഫുഖുഹു ഫയതീറു മിൻഹു മാ താറ സുമ്മ നഅജിനു, ഞങ്ങളത് ഉരലിലിട്ട് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും, അപ്പോൾ നിറയെ ഇതുണ്ടാവും,
നെല്ലൊക്കെ കണ്ടില്ലേ, നെല്ലൊക്കെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ തൊലി കളയാതെ മില്ലിലിട്ട് പൊടിച്ച് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളിത് കയ്യിലിട്ടാണ്ട് ഊതുമ്പോൾ അതിൻ്റെ ഉമിയോ തരിയൊക്കെ എന്താവും അങ്ങോട്ട് പോകും. അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ തരിപ്പും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മാ ഖല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖിവാനിൻ വലാ ഫി സുകുറുജത്തിൻ വലാ ഖുബിസ ലഹു മുറഖഖുൻ. മറ്റൊരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ടേബിളുമെന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ രാജാക്കന്മാരും വലിയ വലിയ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, തല ഇങ്ങനെ താഴ്ത്തി തിന്ന് അവർക്ക് മോശമാണ്. നമ്മളിപ്പോൾ നിലത്ത് ഭക്ഷണം വെച്ച് കഴിക്കുമ്പോൾ തല ഇങ്ങനെ താഴ്ത്തേണ്ടി വരുമല്ലോ. അപ്പോൾ അതിങ്ങനെ പ്രമാണികളായിട്ട് എന്താവും, അല്ല ഉയരത്തിൽ വെച്ചിട്ട് കഴിക്കുക. ഉയരം ടേബിളിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടില്ല. കഴിക്കുന്നത് തെറ്റാന്നല്ല പറയുന്നത്, നബി കഴിച്ചിട്ടില്ല. അലാഫി സുക്കുറുജത്തിൻ, അതുപോലെ തന്നെ സുക്കുറുജത്തിലും കഴിച്ചിട്ടില്ല. അതൊരു പ്രത്യേക ഐറ്റം ഭക്ഷണമാണ്. അത് മറ്റേ ഭക്ഷണം ദഹിപ്പിക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭക്ഷണം ദഹിപ്പിക്കാനൊക്കെ വേറെ ഐറ്റം ഉണ്ടാവുമല്ലോ. നേരത്തെ ഭക്ഷണം കഴിച്ചതിന് അപ്പുറത്ത് വേറെ ദഹിപ്പിക്കാൻ വേറെ ഭക്ഷണം ഉണ്ടാവും. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, വലിയ വലിയ ഇതിലൊക്കെ ഇത് കഴിച്ചാൽ കുറച്ച് ദഹനം ഉണ്ടാവും, കുറച്ച് അങ്ങനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചിട്ടില്ല ആ പാത്രത്തിൽ. അപ്പോൾ നല്ല വിശപ്പുണ്ടാകുമ്പോഴാണ് കഴിക്കുക. പിന്നെ ഇപ്പോൾ ദഹിപ്പിക്കാൻ വേറെ സാധനം വേണ്ടല്ലോ. പല ഇനം ഭക്ഷണം എന്നുള്ളതും ഉണ്ടായിട്ടില്ല എന്നർത്ഥം. വലാ ഖുബിസ ലഹു മുറഖഖുൻ, അതുപോലെ തന്നെ അതിൻ്റെ തൊലിയും ഉമിയൊന്നും കളഞ്ഞ ഭക്ഷണവും കഴിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖതാദ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഫഅലാമാ കാനൂ യഅ്കുലൂൻ, അപ്പോൾ പിന്നെ എന്തുമേ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചതിന്? അത് സുപ്ര വിരിക്കും, നിലത്ത് സുപ്ര വിരിക്കും, ഈത്തപ്പനൻ്റെ ഈ പായെ മറ്റൊക്കെ വിരിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. സുപ്ര കേട്ടില്ലേ, വേഗകാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യാണ്, മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഉമ്മ ആയിഷ ബീവിൻ്റെ അടുത്ത് ഒരിക്കൽ കയറി ചെന്നു ഇൽമു പഠിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് കുറച്ച് ദാഅത്ത് ലീ ബി താമിൻ, അപ്പോൾ എനിക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. വഖാലത്ത് മാ അശ്ബഅ മിൻ തആമിൻ ഫഅശാഉ അൻ അബ്കിയ ഇല്ലാ ബക്കൈതു. ഇപ്പോൾ ഒക്കെ ഇഷ്ടംപോലെ ഭക്ഷണമാണ് വയറിറക്കാൻ, പക്ഷേ വയറിറക്കാനുള്ള ഭക്ഷണം കിട്ടിയാൽ എനിക്ക് കരച്ചിൽ വരും മസ്റൂഖ് എന്ന് ഉമ്മ ആയിഷ ബീവി പറയാണ്. മസ്റൂഖ് എന്നവർ ഇൽമു പഠിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്യാണ്, കുറച്ച് ഭക്ഷണം വീട്ടിൽ നിന്ന് വരുത്തുകയാണ് മസ്റൂഖ് എന്നവർക്ക് കൊടുക്കാൻ വേണ്ടി. നല്ല പ്രഗത്ഭനായ താബഈ പണ്ഡിതനാണ്, നല്ല പണ്ഡിതനാണ്. അപ്പോൾ പറയാണ്, മസ്റൂഖെ വയറിറക്കാനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാവുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയണത്? വയറിറക്കണ ഭക്ഷണം കിട്ടും, വയറിറക്കാനുള്ള ചോറും കഞ്ഞി എന്ത് കിട്ടുമ്പോൾ എന്തിനാ നിങ്ങൾ കരയണത്? അദ്കുറുൽ ഹാലല്ലത്തി ഫാറഖ അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുനിയ. ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ ഈ ദുനിയാവിനോട് വിട പറയുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയുടെ ആലോചിക്കും. മാ ശബിയ മിൻ ഖുബ്സിൻ വലഹ്മിൻ മറത്തീനി ഫി യൗമിൻ. ഒരു പത്തിരി ഇറച്ചിയും കൂടിയും ഒരു ദിവസം 2 വട്ടം അല്ലാഹുവിൻ്റെ റസൂൽ എന്തായിട്ടില്ല, വയറിറച്ചിട്ടില്ല. ഇപ്പം നമുക്ക് തിരിയും, കാരണം നമ്മൾ രാവിലെ വയറിറച്ചി ഭക്ഷണം കഴിക്കുകയാണ്, ഉച്ചക്കും വയറിറച്ചി ഭക്ഷണം കഴിക്കുകയാണ്, രാത്രിയും വയറിറച്ചി ഭക്ഷണം കഴിക്കുകയാണ്. നമ്മൾ വിശപ്പ് മാറാതെ ഭക്ഷണം കഴിച്ചിട്ട് സമയം ഏതാ നമ്മുടെ ജീവിതത്തിലുണ്ടാവുക? നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും, പക്ഷെ വിശപ്പ് മാറാനുള്ള ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടാവും. വയറ് നിറയാനുള്ള ഭക്ഷണം നമ്മളെ വീട്ടിലൊക്കെ എല്ലാ നേരത്തും ഉണ്ട്. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ വയറ് നിറഞ്ഞാനുള്ള ഭക്ഷണം ഉണ്ടായിട്ടില്ല, പത്തിരിയും കുബൂസും. അപ്പോൾ ഇപ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരാറാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അവരതിനൊക്കെയാണ് കരഞ്ഞിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടപോലെ വയറിറക്കാനുള്ള ഭക്ഷണമൊന്നും കിട്ടാതെയാണല്ലോ വഫാത്തായത്. ഇപ്പം നമുക്ക് ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള കരച്ചിൽ. അപ്പോൾ 2 ദിവസം എന്തായിട്ടില്ല, ഹുബ്സ് 2 ദിവസം തുടർച്ചയായിട്ട് ഈ തൊലിഗോതമ്പ് കഴിച്ചിട്ട് വയറിറക്കാതെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ വയറിറക്കാൻ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉണ്ടാവില്ല.
പട്ടിണിയായിരിക്കും. ഇതാണ് സ്ഥിതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ രീതിയാണ്. ഇനി അടുത്ത പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിൻ്റെ കൂട്ടാനെ കുറിച്ചാണ്. എന്തൊക്കെയായിരുന്നു നബിൻ്റെ കൂട്ടാനുണ്ടായിരുന്നു? ഇപ്പോൾ കുബൂസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിക്ക് എന്തൊക്കെയാണ് കൂട്ടാനുണ്ടായിരുന്നത്? വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമാലുകളൊക്കെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിയുടെ മഹബ്ബത്തും അവിടുത്തെ സുന്നത്ത് പിൻപറ്റാനുള്ള താല്പര്യവും അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ഈമാനോടുകൂടിയ മരണം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്കൊക്കെ മോചനം നൽകട്ടെ. നമ്മുടെ കുടുംബത്തിനും മക്കളിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജോലികളിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.